നമസ്കാരം മക്കളെ. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക രുചിക്കൂട്ടാണ് കേട്ടോ. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി, വേറെ കറിയൊന്നും നമ്മൾ അന്വേഷിച്ച് പോകണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനൊരു കറി ഉണ്ടാക്കി നോക്കിയെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ രുചി മനസ്സിലാവുകയുള്ളൂ. വേറെ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും കൂടുതൽ വേണ്ട, ആസ്വദിച്ച് ചോറ് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വീണ്ടും വീണ്ടും കുട്ടികളായാലും മുതിർന്നവരായാലും ആവശ്യപ്പെടും, ഇതേ രീതിയിലൊരു കറി മതി ചോറ് കഴിക്കാനായിട്ടെന്ന്. അപ്പം നമുക്ക് ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു കറിയാണ്. 2 ദിവസം വെച്ചിട്ടും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനെടുത്തത് പടവലങ്ങയാണ് കേട്ടോ, നാടൻ പടവലങ്ങയാണ്. അതുകൊണ്ട് ഇത് മഞ്ഞവെള്ളത്തിലൊന്നും കഴുകേണ്ട ആവശ്യമില്ല. വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് പടവലങ്ങ, കൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത്. അപ്പം ഇതിലേക്ക് ചേർക്കാനായിട്ട് 3 ചെറിയ 4 സവാള എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളകും, പിന്നെ പഴുത്ത 2 പഴുത്ത തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സവാള ഇതേ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ, സ്ക്വയറായിട്ട്. അപ്പോൾ നീളത്തിലല്ല, നമ്മൾ ഈ കറിക്ക് ഏതാണ്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് ഇത് വിതിർത്തിടണം കേട്ടോ. കാരണം അല്ലെങ്കിൽ കൂട്ടം കൂടിയിരുന്നാൽ നമുക്ക് കറി വെക്കാൻ അല്ലെങ്കിൽ നമ്മളിത് എണ്ണയ്ക്കകത്തൊന്ന് റോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലായിടും ഒന്നും മൂത്ത് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ കണ്ട പടവലങ്ങ എന്നുണ്ട് ഇതേ രീതിയിൽ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തക്കാളി തന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, നല്ലത് മൂത്ത് വരത്തുള്ളൂ. പച്ചമുളകും കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ചേർക്കുന്നത് നമ്മൾ കടലപ്പരിപ്പാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. നല്ല കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പാൻ അടുപ്പിൽ വെച്ച് ചൂടായ പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. അതിൻ്റെ 3-4 വറ്റൽ മുളക് ഇട്ടു. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമ്മളുടെ ഈ കടല പരിപ്പ് നമ്മൾ ഇതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. ഇതിൻ്റെ ഈ രുചിക്കൂട്ട് വളരെ ഒരു പ്രത്യേകതയാണ് മക്കളെ. ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവർ കടിച്ച് കഴിക്കുമെന്നുണ്ടല്ലോ, അതിൻ്റെ ആ രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് കഴിച്ച് തന്നെ അറിയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് മൂത്തിട്ടുണ്ട്, കടല മൂത്തു. ആ സമയത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു, 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് അതിൻ്റെ വെള്ളമയം, ഇതിനകത്ത് ഒരു വെള്ളമയം ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയിട്ട് നമ്മളിതിലേക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കും. പടവലങ്ങയും ഇട്ട് ഇതൊന്ന് തോർത്തി ഇതിൻ്റെ വെള്ളമയം നമ്മൾ ഇത് വഴറ്റി മൂപ്പിക്കുന്നില്ല, വെള്ളമയം ഒന്ന് പോകുന്നിടം വരെ നമ്മളിങ്ങനെ ഒന്ന് കൂട്ടിപ്പരട്ടി ചിക്കി എടുത്തിട്ട് നമ്മളിത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഇത് നമുക്ക് ആവിക്കകത്തും ഈ എണ്ണയ്ക്കകത്തും ഇരുന്നാണ് നമ്മൾ വേവുന്ന വെള്ളം നമ്മളിതിനകത്ത് ഒഴിക്കുകയില്ല. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കറികൾക്കൊന്നും വെള്ളം ഒഴിക്കാനേ പാടില്ല. ഇങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ തന്നെ ഇതങ്ങ് ആവിയിലിരുന്നങ്ങ് എണ്ണയ്ക്കകത്തിരുന്നങ്ങ് വെന്തോളും കേട്ടോ. നമുക്കിത് 2-3 മിനിറ്റ് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി അങ്ങ് ചിക്കണ്ട. 2 മിനിറ്റ് 3 മിനിറ്റ് കണ്ടിന്യൂസ് അടച്ചു വെച്ചാൽ കുറഞ്ഞ ഫ്ലെയിമിലിട്ടാൽ അതങ്ങ് അവിടെ നിന്ന് വെന്തോളും. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞും പോകും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിങ്ങനെ വെന്ത് 2-3 പ്രാവശ്യം തുറന്നു എടുത്തും നമ്മൾ വേവിച്ച് എടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ പൊട്ടുകടലല്ല കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുള്ളൂ. ഇനി ഇതൊക്കെ വേവും കേട്ടോ, മുരിഞ്ഞ് വേവും. ഈ സമയത്താണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഫ്ലേവറൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്ത് കിടന്നങ്ങ് മൂത്തോളും. നമ്മുടെ മസാലയൊക്കെ ചേർക്കുമ്പോൾ ആ മസാലയുടെ കൂടെ തന്നെ കിടന്ന് നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങ് മൂത്ത് കിട്ടിക്കോളും. ഏകദേശം നമ്മുടെ സവാളയും പടവലങ്ങയും വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത് മതി, നമ്മുടെ എരിവ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മുടെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചിക്കി ഇങ്ങനെ കൂട്ടി ഇളക്കുമ്പം തന്നെ ആ എണ്ണയ്ക്കകത്തിട്ട് നമ്മുടെ മസാലകളൊക്കെ അങ്ങ് മൂക്കും കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുള്ളൂ. നമ്മുടെ മസാലപ്പൊടികളൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ തക്കാളിക്കകത്തെ വെള്ളമയം ചേർന്ന് നമ്മുടെ മസാലകളൊന്നും മൂക്കത്തില്ല, പച്ച ചവയ്ക്കും. അപ്പം ഇനി നമ്മുടെ പച്ചമുളക് കൂടിനോട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ തക്കാളിക്കകത്ത് നമ്മുടെ ഇതിനകത്തുള്ള മസാലകളങ്ങൂടെ ചേർന്ന്, നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, മസാലകളൊക്കെ കൂടി കൂട്ടി ചേർന്ന് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് അങ്ങ് വേവും. നമ്മൾ പലതവണ അടച്ചു തുറന്ന് ഇത് വേവിക്കണം കേട്ടോ. അപ്പം പലതവണ അടച്ചു തുറന്ന് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു ഇപ്പം ഞാൻ
തക്കാളിയും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഇച്ചിരി മസാലപ്പൊടി ചേർത്തത്. ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്തത്. നമുക്ക് ഏത് മസാല വേണമെങ്കിലും ചേർക്കാം, ഗരം മസാലയോ മീറ്റ് മസാലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് സോഫ്റ്റായിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളിയെല്ലാം വെന്ത് ഇതിൻ്റെ കൂടെ അങ്ങ് ചേരും. അപ്പോൾ ഈ തക്കാളിയുടെ വെള്ളത്തിൽ വീണ്ടും ഇത് കിടന്നൊന്ന് വേവും കേട്ടോ, സോഫ്റ്റ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് 2 മിനിറ്റ് 3 മിനിറ്റ് ശേഷം തുറന്ന് നോക്കാവുള്ളൂ. എപ്പോഴും തുടങ്ങണമെന്ന് കൂട്ടി ഇളക്കിയാൽ നമ്മുടെ പടവലങ്ങ വേവത്തില്ല, കല്ല് പോലെ കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 2-3 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് അടച്ച് വെച്ചിരുന്നിട്ട് വേണം നമ്മൾ തുറന്ന് നോക്കി ഇങ്ങനെ കൂട്ടി ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പം ഇതേ രീതിയിലൊരു കറി മക്കളെ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ, വളരെ രുചിയാണ്. ഉപ്പ് നോക്കിയിട്ട് അപ്പോൾ കുറച്ച് പൂണ ഞാനിട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കറി കഴിക്കുമ്പോൾ ഇതിനകത്തിട്ടിരിക്കുന്ന കടലപ്പരിപ്പ് അതൊരു അപാര ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡ്രൈ ആയിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടാണ് ഇതിനകത്ത് തയ്യാറാക്കുന്നതെങ്കിൽ പോലും ഇത് സോഫ്റ്റായിട്ട് അങ്ങ് വേവും, ഇതിനകത്തിൻ്റെ കൂടി ചേർന്നങ്ങ് വെന്തോളും കേട്ടോ. അപ്പം പലതവണ അടച്ചും തുറന്നും വെച്ച് നമ്മുടെ കറി ഇതവിടെ റെഡിയായി കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും തുറന്ന് നോക്കി നമുക്ക് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. കണ്ടില്ലേ, ഭയങ്കര രുചിയാണ് കേട്ടോ, നല്ല മണവുമാണ്. അപ്പോൾ ഇതേലൊരു കറി ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം മക്കളെ. അപ്പോൾ പിന്നെ വീണ്ടും നമുക്ക് ഇതേ രീതിയിലുള്ള കറികളൊക്കെ ചെയ്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് പച്ചക്കറി ഒന്നും തിരക്കി പോകണ്ട, ഒത്തിരി പച്ചക്കറിയും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ, ഒരു പടവലങ്ങ ഉണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് വഴുതനങ്ങ കൊണ്ടും ചെയ്യാം കേട്ടോ. എന്തുകൊണ്ടെങ്കിൽ ഏത് പച്ചക്കറി കൊണ്ട് വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം. പടവലങ്ങ, പിന്നെ വെള്ളരിക്ക, മത്തങ്ങ, കുമ്പളങ്ങ എന്തുകൊണ്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ ലൈക്കും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് അമ്മയെ സഹായിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ കറി മാത്രം മതി ചോറ് കഴിക്കാൻ. ഞാൻ ഇത് തന്നെ കൂട്ടിയാണ് ഇന്ന് ചോറ് കഴിച്ചത്. അപ്പോൾ ഓളെന്ന ഓപ്ഷനൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം കേട്ടോ, എങ്കിലേ അമ്മ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മക്കളെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിത് കൂട്ടി ആസ്വദിച്ച് കഴിക്കുക മക്കളെ ചോറ് കേട്ടോ. എനിക്കിപ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ വായിക്കൂടെ നമുക്ക് വെള്ളം വരുവാണ് ഈ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ. കണ്ടില്ലേ. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി, നമസ്കാരം. അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. മഴക്കാലമൊക്കെയാണ്, പനിയൊക്കെ വരാതെ ഒക്കെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ശരി മക്കളെ.